പ്രതിഷേധക്കാർ തുടക്കഘട്ടത്തിൽ തന്നെ അവരോട് പറഞ്ഞിരുന്നതാണ് പോലീസ്. അതായത് ഒരു കാരണവശാലും ബിഷപ്പ് ഹൗസിനുള്ളിൽ പ്രതിഷേധിക്കരുത്, അതിന് പുറത്ത് നിങ്ങൾക്ക് പള്ളിക്ക് പുറത്ത്. എന്നാൽ അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബിഷപ്പ് ഹൗസിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇതാ ഗേറ്റുകൾ തകർത്ത് ഉള്ളിലേക്ക് അടക്കാൻ ശ്രമിക്കുന്നത്. പോലീസ് കൃത്യമായി ഉള്ളിൽ സുരക്ഷാ ക്രമീകരണം ഉണ്ട്. എന്നാൽ അതെല്ലാം ലംഘിച്ചുകൊണ്ട് തകർത്ത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് തന്നെ മനസ്സിലാക്കാൻ രാവിലെ തുടങ്ങിയതാണ്. അത് പിന്നീട് വാക്കേറ്റത്തിലേക്ക് പോകുന്നു. ഇപ്പോഴിതാ വലിയ രീതിയിൽ ഗേറ്റ് തുറന്ന പ്രതിഷേധ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അതൊന്നും തയ്യാറാകാതെ പോലീസിനെ ആക്രമിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിമത വിഭാഗത്തിന്റെ സമീപനം ഉണ്ടാകുന്നത്. രാത്രി 5 മാറ്റിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സംഘർഷാവസ്ഥ കാര്യങ്ങൾ നീങ്ങുന്നത്. അതുവഴി റോഡിലേക്ക് തിരിച്ചിറങ്ങുന്ന ജനസംഘത്തിൽ പോലീസ് പറഞ്ഞപ്പോഴും പിന്നീട് അവർ വാക്കുതർക്കവുമായി മുന്നോട്ട് വരികയാണ്. ഇത്തരത്തിൽ പോലീസിന് നേരെ ആക്രമിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാർ പൂർണ്ണമായി ഇപ്പോൾ ഗേറ്റ് തകർത്ത് എറണാകുളം ബിഷപ്പ് ഹൗസിലേക്ക് ഉള്ളിലേക്ക് കടക്കുകയാണ് പ്രതിഷേധക്കാർ. പോലീസ് കൃത്യമായി സുരക്ഷയൊരുക്കിയിരുന്നെങ്കിലും അതിനെല്ലാം ലഭിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ പുറത്തേക്ക് കടക്കുന്നത്. വൈദികരുമൊപ്പം അൽമായ മുന്നേറ്റമെല്ലാം തന്നെ ഇവർക്കൊപ്പമുണ്ട്. റാലിയായി റോഡിലൂടെ നടന്ന വാഹനങ്ങളെല്ലാം തടഞ്ഞുകൊണ്ടാണ് റാലിയും അതുപോലെ പ്രതിഷേധവും എല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് വലിയ രീതിയിലുള്ള ഒരു വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രതിഷേധം അടയാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് പിന്നോട്ട് പോകില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ഈ വിമത വിഭാഗമുള്ളത്. അതുകൊണ്ട് തന്നെ